വർഷം 2017 തിരുവനന്തപുരം പാറശാല സ്വദേശിയായിട്ടുള്ള ശ്രീധരൻ ഒരുപാട് വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്തു വരികയാണ്. നീണ്ട കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇനി നാട്ടിൽ ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ചിട്ട് ശ്രീധരൻ ഗൾഫിലെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ശ്രീധരൻ നാട്ടിലെത്തി. ശ്രീധരനെ നാട്ടിൽ കാത്തിരുന്നത് സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല, നേരെ മറിച്ച് നരകമായിരുന്നു. അതെ, ശ്രീധരനും ഭാര്യയായിട്ടുള്ള സരസ്വതിയും അവർ ഒരുപാട് ഓമനിച്ച് വളർത്തിയ അവരുടെ 25 വയസ്സുകാരനായിട്ടുള്ള മൂത്ത മകൻ സന്തോഷിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ്. സ്വന്തം മകൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചും അതുകൂടാതെ ഇരുമ്പ് വടി കൊണ്ട് തലയോട്ടി തല്ലിപ്പൊളിച്ചും മുഖമെല്ലാം തന്നെ വികൃതമാക്കി ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളും തല്ലി തകർത്തുമാണ് അവർ അവരുടെ മകനെ കൊലപ്പെടുത്തിയത്. ആ മാതാപിതാക്കൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവരുടെ മൂത്ത മകനായിട്ടുള്ള 25 വയസ്സുകാരൻ സന്തോഷിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ട് നാട്ടിലേക്ക് എത്തിയ ശ്രീധരന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു വരുന്ന, തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കേസിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. 52 വയസ്സുകാരനായിട്ടുള്ള ശ്രീധരനും 42 വയസ്സുകാരിയായിട്ടുള്ള സരസ്വതിക്കും 3 മക്കളാണുള്ളത്. 3 മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് 25 വയസ്സുകാരനായിട്ടുള്ള സന്തോഷിന് താഴെ ഒരു അനുജത്തിയുണ്ട്, പിന്നെ ഒരു അനുജനുമുണ്ട്. ശ്രീധരൻ ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയത് ശ്രീധരൻ്റെ ഭാര്യയായിട്ടുള്ള സരസ്വതിയാണ്. ഗൾഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശ്രീധരൻ നാട്ടിലൊരു വീട് വെച്ചു, കുറച്ച് സ്ഥലങ്ങൾ മേടിച്ചു. അതുകൂടാതെ ആ വീട്ടിനുള്ളിൽ അത്യാവശ്യം നിറയെ സാധനങ്ങളും മേടിച്ചു വെച്ചു. തൻ്റെ 3 മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്തു. മക്കളെല്ലാം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ശ്രീധരന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയി. എന്നാൽ മൂത്ത മകനായിട്ടുള്ള സന്തോഷിന് 18 വയസ്സ് തികഞ്ഞപ്പോൾ അതിനുശേഷം ഓരോരോ പ്രശ്നങ്ങൾ വീട്ടിലേക്ക് വരാനായി തുടങ്ങി. സന്തോഷിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി. ആ സുഹൃത്തുക്കളിലൂടെ സന്തോഷ് ഓരോരോ ദുശീലങ്ങൾ ശീലിക്കാനായി തുടങ്ങി. ആദ്യമെല്ലാം തന്നെ സിഗരറ്റ് വലിയും മദ്യപാനം പോലുള്ള ദുശീലങ്ങളാണ് ആദ്യം സന്തോഷ് ശീലിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് കഞ്ചാവ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായി തുടങ്ങി സന്തോഷ്. ആദ്യമെല്ലാം വീട്ടുകാരറിയാതെയാണ് സന്തോഷ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും സന്തോഷിന് ധൈര്യം വന്നു തുടങ്ങി. സ്വന്തം വീട്ടിൽ വെച്ച് പോലും സന്തോഷ് കഞ്ചാവ് വലിക്കാനായി തുടങ്ങി. ശ്രീധരൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നും ഉണ്ടാക്കുന്ന പണം പ്രായപൂർത്തിയായപ്പോൾ മക്കൾക്ക് ചെറിയ പോക്കറ്റ് മണി എല്ലാം തന്നെ കൊടുക്കാനായി തുടങ്ങി. ആദ്യമെല്ലാം ആ പോക്കറ്റ് മണി ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ പറയുന്ന കഞ്ചാവെല്ലാം തന്നെ സന്തോഷം മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും സന്തോഷിന് അധികമായിട്ട് കഞ്ചാവ് വേണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഓരോരോ സാധനങ്ങൾ ആരും അറിയാതെ മോഷ്ടിച്ചിട്ട് വെളിയിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് സന്തോഷ് കഞ്ചാവ് മേടിക്കാനായി തുടങ്ങി, അത് ഉപയോഗിക്കാനായി തുടങ്ങി. സന്തോഷ് ഇതുപോലുള്ള വസ്തുക്കൾ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് അങ്ങോട്ട് സന്തോഷിൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറി. അങ്ങനെ ഒരു പ്രത്യേക വലയത്തിലേക്ക് സന്തോഷ് ചെന്നുപെട്ടു. ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. സന്തോഷ് വീട്ടിലെ പല വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷ്ടിച്ചിട്ട് വെളിയിൽ കൊണ്ടുപോയി കൊടുക്കാനായി തുടങ്ങി, പണത്തിന് വേണ്ടിയിട്ട്. ആദ്യമെല്ലാം അമ്മയായിട്ടുള്ള സരസ്വതിക്ക് മകൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അവൻ്റെ മുറിയിലെ ഓരോരോ പുതിയ സാധനങ്ങളും പുതിയ പുതിയ വസ്തുക്കളും തൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആ അമ്മ വേദനയോടെ അറിഞ്ഞു. അതുമാത്രമല്ലാതെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഓരോരോ സാധനങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് ഇവനാണെന്നും ആ അമ്മ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയും ചെയ്യുന്നത് പോലെ മകനെ ശാസിച്ചും അതുപോലെ തന്നെ ഉപദേശിച്ചും ആ അമ്മ തിരുത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചു നോക്കി. ആ സമയത്തെല്ലാം തന്നെ ഞാൻ ഇനി ചെയ്യില്ല എന്നെല്ലാം തന്നെ സന്തോഷ് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവനിത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുമാത്രമല്ലാതെ അമ്മയോട് പോലും പണം ചോദിക്കാനായി തുടങ്ങി ലഹരി മേടിക്കാൻ വേണ്ടിയിട്ട്. തുടക്കത്തിൽ സാധാരണ രീതിയിൽ ചോദിച്ചു, പിന്നീട് അത് ഭീഷണിയായി. അവസാനം കഴുത്തറുത്ത് കൊലപ്പെടുത്തും എന്ന് വരെ സന്തോഷ് അമ്മയോട് പറഞ്ഞു. മകനെ പേടിച്ച് ആ അമ്മ ഭർത്താവ് അയക്കുന്ന പൈസയെല്ലാം തന്നെ മകന് കൊടുത്തു. മകനായിക്കോട്ടെ ആ പണം എല്ലാം കൊണ്ട് നല്ല രീതിയിൽ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും കഞ്ചാവ് വലിക്കുകയും എല്ലാം തന്നെ ചെയ്തു വന്നു. അമ്മ നൽകുന്ന പണം പോരാ എന്ന് തോന്നിയിട്ടാവണം വീട്ടിലെ എല്ലാ വസ്തുക്കളും അവൻ എടുത്തുകൊണ്ട് വിൽക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ആ വീട്ടിലെ നല്ല വെയിറ്റുള്ള ബലമുള്ള ഇരുമ്പിൻ്റെ ഗേറ്റ് വരെ അവൻ പുഴക്കി കൊണ്ടുപോയിട്ട്
തൂക്കി വിറ്റ് അവൻ കഞ്ചാവ് മേടിച്ചു. മകൻ്റെ ഈ ക്രൂരത സഹിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയായപ്പോൾ സരസ്വതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. എൻ്റെ മകൻ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വന്നിട്ട് അവനെയും പിടിച്ചുകൊണ്ട് പോകണമെന്ന്. അങ്ങനെ പാറശാല പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് സന്തോഷിനെയും പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവനെ ഒരുപാട് ഉപദേശിച്ചു, ഒരുപാട് ഭീഷണിപ്പെടുത്തി, എല്ലാം തന്നെ ചെയ്തു. പോലീസുകാരുടെ മുന്നിലെത്തിയപ്പോൾ സന്തോഷ് പറഞ്ഞത്, ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല സാർ, ഞാൻ തീർച്ചയായിട്ടും നല്ല അനുസരണയുള്ളൊരു കുട്ടിയായിട്ടിരിക്കാം, യാതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല, നല്ല രീതിയിൽ ജോലിക്ക് പോവാം, ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരും. എന്നാൽ ഇങ്ങനെ ഇറങ്ങി വന്ന സന്തോഷ് വീട്ടിലെത്തിയിട്ട് സ്വന്തം അമ്മയെ നല്ല രീതിയിൽ മർദ്ദിക്കാനായി തുടങ്ങുകയാണ്. ആ അമ്മയുടെ തലയ്ക്ക് തന്നെ ഇവൻ ഒരുപാട് തല്ലാനായി തുടങ്ങുകയാണ്. സരസ്വതി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ അമ്മയെ ഇവൻ നല്ല രീതിയിൽ മർദ്ദിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു. ഈ വീട്ടിൽ ഇനി വന്ന് നിങ്ങൾ താമസിക്കണമെങ്കിൽ എനിക്ക് പണം തരണം എന്നൊരു ഭീഷണിയായി. തുടർന്നും വീണ്ടും മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ മകൻ്റെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ സരസ്വതി അമ്മ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കാര്യം പറയും. അവൻ വീണ്ടും കഞ്ചാവ് ഉപയോഗിക്കാനായി തുടങ്ങി, എന്നെ മർദ്ദിക്കാനായി തുടങ്ങി എന്ന്. പോലീസുകാർ വീണ്ടും അവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് കൂടുതലായിട്ട് ശാസിക്കും, അല്ലെങ്കിൽ പേടിപ്പിക്കും. അതൊക്കെ ആ ഒരു സമയത്ത് അഭിനയിച്ച് തകർത്തിട്ട് അവൻ വീണ്ടും വീട്ടിലേക്ക് വരും. ഈ അമ്മയെ നല്ല രീതിയിൽ മർദ്ദിക്കാനായി തുടങ്ങും. ആ വീട്ടിലെ വസ്തുക്കളെല്ലാം തന്നെ എറിഞ്ഞു പൊട്ടിക്കാനായി തുടങ്ങും. സരസ്വതി തൻ്റെ സ്വന്തം മകനിൽ നിന്നും അനുഭവിക്കുന്ന ഈ ക്രൂരതകളൊന്നും തന്നെ ഭർത്താവായിട്ടുള്ള ശ്രീധരനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. വെളിനാട്ടിൽ ജോലി ചെയ്യുന്ന അയാളെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത് എന്നാണ് സരസ്വതി വിചാരിച്ചത്. അങ്ങനെ ജീവിതം വളരെ നരകതുല്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് ശ്രീധരൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്ന ശ്രീധരൻ തൻ്റെ സ്വന്തം ഭാര്യയെ കണ്ടപ്പോൾ വല്ലാതെ ഞെട്ടിത്തരിച്ചു പോയി. മെലിഞ്ഞ് ഉണങ്ങി ഭക്ഷണമൊന്നും കിട്ടാതെ വല്ലാത്തൊരു ഭീകരാവസ്ഥയിലായിരുന്നു ശ്രീധരൻ്റെ ഭാര്യയായിട്ടുള്ള സരസ്വതി ഉണ്ടായിരുന്നത്. അതുമാത്രമല്ലാതെ താൻ കഷ്ടപ്പെട്ട് വീട്ടിൽ മേടിച്ച് വെച്ച സാധനങ്ങളൊന്നും തന്നെ വീട്ടിൽ കാണാനില്ല. വീട്ടിലൊരു ജനൽ പോലും ഇല്ല, വീട്ടിലെ ഫാനൊന്നും തന്നെ ഇല്ല, ലൈറ്റ് പോലും ഇല്ല. എന്തിനേറെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീട്ടിലെ ഗേറ്റ് അങ്ങനെ ഒന്നുമില്ല. എല്ലാ സാധനവും മൂത്ത മകൻ ഇതേപോലെ വിറ്റ് തൊലച്ചിരിക്കുന്നു എന്ന് ആ പിതാവ് ഒരുപാട് വേദനയോടെ മനസ്സിലാക്കി. അത് മാത്രമല്ലാതെ നാട്ടിലേക്ക് ശ്രീധരൻ വന്ന ആ സമയത്ത് സന്തോഷ് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ അവസ്ഥയിലാണ് മകനെ ആ പിതാവ് കാണുന്നത്. വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ കഞ്ചാവിന് വേണ്ടിയിട്ട് വിറ്റ് തൊലച്ച ശേഷം സന്തോഷ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാട്ടുകാരിൽ ചിലരാണ് സന്തോഷിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നത്. നാട്ടിലെ യഥാർത്ഥ അവസ്ഥ, തൻ്റെ മകൻ്റെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞപ്പോൾ ശ്രീധരൻ മാനസികമായിട്ട് തകർന്നു പോയി. അയാൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായി. എന്തായാലും ശ്രീധരനും തൻ്റെ മൂത്ത മകനെ അരികിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഉപദേശിച്ചു, ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവൻ്റെ തലയിൽ മുഴുവനായിട്ടും ലഹരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അതുമാത്രമല്ലാതെ അച്ഛനോടായി പിന്നീട് പണം ചോദിക്കൽ. പണം തന്നില്ലെങ്കിൽ അവൻ സ്വന്തം അച്ഛനെ പോലും മർദ്ദിക്കാനായി തുടങ്ങി, കൊലപ്പെടുത്തുമെന്ന് പറയാനായി തുടങ്ങി. ജസ്റ്റ് പറയുക മാത്രമല്ല, കത്തി കഴുത്തിൽ വെച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നതെല്ലാം തന്നെ. മൂത്ത മകൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ശ്രീധരനും ഭാര്യയും ചേർന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്, ബാക്കിയുള്ള 2 കുട്ടികളെയും വിളിച്ചിട്ട്. സ്വന്തം വീടുണ്ടായിട്ടും മകനെ പേടിച്ച് അവർ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറി. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ മാതാപിതാക്കളുടെ ഗതികേട് എത്രമാത്രമാണ് എന്ന്. ഇതുകൊണ്ടും തീർന്നില്ല. വർഷങ്ങളോളം പ്രവാസ ജീവിതം ജീവിച്ച ശ്രീധരൻ നാട്ടിൽ വന്നിട്ട് പണത്തിന് വേണ്ടി ഓട്ടോ ഓടിക്കാനായി തുടങ്ങി. അയാളുടെ സമ്പാദ്യമെല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കും നരക ജീവിതത്തിനും എല്ലാം ഇടയിൽ ശ്രീധരൻ തൻ്റെ മകളുടെ വിവാഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വിവാഹത്തിൽ മകൾക്ക് 2 ചെറിയ കുട്ടികളുമുണ്ട്. ഈ കാര്യം ഇപ്പോൾ എടുത്തു പറയാൻ കാരണം പണത്തിന് വേണ്ടിയിട്ട് സന്തോഷ് ശ്രീധരനും കുടുംബവും താമസിക്കുന്ന ആ വാടക വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തും, മര്യാദയ്ക്ക് എനിക്ക് പണം തായെന്ന്. പണം തന്നില്ലെങ്കിൽ നിങ്ങളെയും ഞാൻ കഴുത്തറുത്ത് കൊല്ലും. അതുകൂടാതെ സന്തോഷിൻ്റെ അനുജത്തിയുടെ ആ ചെറിയ കുട്ടികളെ പോലും ഞാൻ കൊല്ലുമെന്ന് ഇവൻ ഭീഷണിപ്പെടുത്തുകയാണ് ആ വീട്ടിൽ ചെന്നിട്ട്. ഇതുകൂടെ കേട്ടപ്പോൾ അവസാനം ആ മാതാപിതാക്കൾ അത് തീരുമാനിച്ചു, ഇവനെ കൊലപ്പെടുത്തിയേ പറ്റൂ, ഇവനെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചേ പറ്റൂ എന്ന്. അതെ, ശ്രീധരനും ഭാര്യയായിട്ടുള്ള സരസ്വതിയും അവസാനം ആ ഒരു തീരുമാനമെടുത്തു. അവരുടെ തീരുമാനത്തിൻ്റെ കൂടെ ഇളയ മകനും കൂട്ടുനിന്നു. 2017 ജൂൺ മാസം ആ ദിവസം പുലർച്ചെ ഒരു 3 മണിയായിട്ടുണ്ടാവും. കഞ്ചാവിൻ്റെ ആ മത്ത് പിടിപ്പിക്കുന്ന സുഖത്തിൽ സന്തോഷ് റൂമിനുള്ളിൽ കിടന്നുറങ്ങുകയാണ് ഒന്നും അറിയാതെ. വളരെ നിശബ്ദമായ ആ സമയത്ത് ആ റൂമിലേക്ക് 3 പേർ കടന്നു വന്നു. ശ്രീധരനും ഭാര്യയായിട്ടുള്ള സരസ്വതിയും പിന്നെ അവരുടെ ഇളയ മകനും. കുറച്ചു നേരം കരഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കൾ അവരുടെ മൂത്ത മകൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് ഓമനിച്ച്
താലോലിച്ച് വളർത്തിയ മകനാണ്. അവനെ ഇല്ലാതാക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അവർ പെട്ടെന്ന് വേറൊന്നും ആലോചിക്കാതെ സരസ്വതി തൻ്റെ കൈവശമുണ്ടായിരുന്ന ആസിഡ് സന്തോഷിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. പെട്ടെന്ന് ആസിഡ് മുഖത്ത് വീണപ്പോൾ ആ ഒരു പൊള്ളലിൽ സന്തോഷ് ഞെട്ടി എഴുന്നേറ്റു. അവൻ അവിടെ നിന്നും ഇറങ്ങി ഓടാതിരിക്കാനായിട്ട് ശ്രീധരൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് സന്തോഷിൻ്റെ തലയുടെ പുറകു വശത്തേക്ക് ആഞ്ഞടിച്ചു. ഒരുപാട് തവണ തലയൊട്ടി പൊട്ടി തലച്ചോറ് വെളിയിൽ വരുന്നത് വരെ. അതുകൂടാതെ മുഖത്തിൻ്റെ താടിയുടെ ആ ഭാഗത്തും ഇയാൾ ഒരുപാട് അടിച്ചു. മരണം ഉറപ്പ് വരുത്തുകയാണ്. ശരീരത്തിൻ്റെ പല അവയവങ്ങളിലും ഇവർ മർദ്ദിക്കുകയാണ്. മരിച്ചേ മതിയാവൂ, ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവസാനം സന്തോഷ് മരണപ്പെട്ടു. ഇനി ഒരിക്കലും അവൻ അവൻ്റെ മാതാപിതാക്കളെ ശല്യപ്പെടുത്തില്ല. മകൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സരസ്വതി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ കൊലപ്പെടുത്തി എന്ന്. പോലീസുകാർ വളരെ വേഗത്തിൽ ഈ സംഭവം നടന്ന വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, കൂട്ടാളികളായിട്ട് ഈ പറയുന്ന ഭർത്താവും ഇളയ മകനും ഉണ്ട് എന്ന്. അങ്ങനെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ക്രൈം സീൻ ഫോട്ടോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിലും ടെലിഗ്രാം ചാനലിലും അത് അപ്ലോഡ് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. സ്വന്തം മകനെ മാതാപിതാക്കൾക്ക് ഇതേപോലെ ക്രൂരമായിട്ട് കൊല്ലാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ നിവർത്തികേട് കൊണ്ടാണ്. ആ മാതാപിതാക്കൾക്ക് വേറെ വഴിയില്ല. അവരെന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലെ നിയമത്തിന് അവരെ സംരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. അതുമാത്രമല്ലാതെ ഒരു കൂട്ടം ആളുകൾ മരിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ ഒരാൾ മരിക്കുന്നത് എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇന്നലെ കൂടെ ഞാനൊരു പുതിയ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മകനും അഫാനെ പോലെ ആവും, അവൻ ഞങ്ങളെ കൊലപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അവനിങ്ങനെ ഒരുപാട് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, അവനെ നിങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കണം, ഇല്ലെങ്കിൽ എന്നെ കൊലപ്പെടുത്തുമെന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഒരു ചാനലിൽ വന്നിട്ട് ഒരു ഉമ്മ പറയുന്നത്. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്നൊക്കെ പറഞ്ഞ് മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് വലുതാക്കിയിട്ട് അവരുടെ കൈ കൊണ്ട് മരിക്കേണ്ടി വരുന്ന അവസ്ഥ. എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, അവരുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക. അവർ ഇത്തരത്തിൽ മയക്കുമരുന്നെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സപ്പോസ് അവർ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പരമാവധി എഫേർട്ട് എടുക്കുക, അവരെ നല്ല രീതിക്ക് കൊണ്ടുവരിക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.